ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ സാരി ഡെയ്സിക്ക് തീരെ യോജിക്കുന്നില്ല. ജപ്പാനിൽ എല്ലാവരും കിമോണയാണ് ധരിക്കുന്നത്. എന്റെ ഭാര്യ എന്തുടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. താൻ അവളെ സാരി ഉടുപ്പിക്കാൻ നടന്നാലുണ്ടല്ലോ തന്റെ മോണ ഇടിച്ച് ഞാൻ കിമോണയാക്കും. ഒരു മാനേജർ. മൈൻഡ് യുവർ വേർഡ്സ്. ഡെയ്സി, ആ സാരിയുടെ മുന്താണി എടുത്തൊന്ന് പോച്ചോ. എന്തിന്? തണുപ്പായതുകൊണ്ടല്ല, ഓരോരുത്തന്മാരുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് കലി വരുന്നു. അത് പതിവുള്ളതല്ലേ. അച്ഛനൊന്ന് പോയേ. അച്ചായം പോവാം. പിന്നെ വൈകുന്നേരം ഞാൻ ഫോൺ ചെയ്തിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ മതി. വൈകിട്ട് വിളിക്കാനൊന്നും വരണ്ട, ഞാൻ പൊക്കോളാം. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. സോറി. ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ. എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പേര് വെട്ടി വിട്ടിരിക്കുക. അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പം അങ്ങോട്ട് പോകും. ഡോണ്ട് വറി. പഠിക്കാൻ ബഹുമിടുക്കന്മാരാ. കുരുത്തക്കേട് പഠിക്കാൻ. ഡോണ്ട് വറി. ഇതുവരെ നിങ്ങളെ പോലുള്ള 6 വാദ്യമാരും മനം എടുത്ത് രാഖിരാമാനെ ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ടുണ്ട്. ഡോണ്ട് വറി. അവസാനമായിട്ട് വന്നത് കക്കൂസ എന്ന് പറഞ്ഞൊരു സായിപ്പ. ആ, രണ്ടും ഒന്ന് തന്നെ. അയാൾക്ക് കുടിക്കാനുള്ള ചായയില് ഈ കുട്ടിപ്പട്ടാളം എലിവേഷൻ കലക്കി. നല്ല കാലത്തിന് അയാളത് അറിഞ്ഞ് ജീവനും കൊണ്ടോടി. ഡോണ്ട് വറി. ഇത്രയും പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ കടുവാക്കൂട്ടിലേക്കകത്താണ് തലയിടാൻ പോകുന്നതെന്ന് അറിയിക്കാനാ. നോ പ്രോബ്ലം. അയ്യേ, മാഷ് കാപ്പിയോ ചായ എന്താണെന്ന് വെച്ചാൽ കൊടുക്ക്. മാഷേ, ശമ്പളത്തിൻ്റെ കാര്യമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടേ. പിന്നെ കുട്ടികൾ സ്വല്പം തലതെറിച്ച് നിങ്ങളാണ്. ഡോണ്ട് വറി. ഇത് കണ്ടോ, പിടിച്ച പിള്ളേരെ പഠിപ്പിക്കാനുള്ളതാണ് ഈ കിറ്റ്. എന്താണ് അത്? കണ്ടോ, പലതരം പേന കത്തികൾ. ഇതിന്റെ അറ്റം തള്ളവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് ചന്തിക്കൊരു പിച്ച് വിച്ചാൽ 7 ദിവസം ഇരിക്കാനും നിൽക്കാനും പറ്റില്ല. ഇത് കാന്താരി അരച്ച് തേച്ച് എണ്ണയിൽ പഴുപ്പിച്ചെടുത്തതാണ്. ഒരടിക്ക് 7 സ്വർഗം കാണും. ഇത് കണ്ട പാതാളക്കരണ്ടി. ഇത് അണ്ണാക്കിലേക്ക് അമർത്തി വെളിയിലേക്ക് ഒരു വലി വലിച്ചാൽ നാക്ക് വെളിയിൽ വരും. ഇത് നോക്ക്, തെരണ്ടി വാഴ്ചാട്ട. ഒരടി ഇന്ന് കിട്ടിയാൽ അടുത്ത വർഷം ഇതേ ദിവസം പഴുക്കും. അതായത് ഇന്ന് തെറ്റിക്കുന്ന കണക്കുകൾ എല്ലാ വർഷവും പഴുക്കുമ്പോൾ ഓർക്കും. ഇവരെ മര്യാദക്കാരാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. പക്ഷെ എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത്. യു അണ്ടർസ്റ്റാൻഡ്? വാട്ട് അബൌട്ട് യു? നോ. മാഷർക്ക് എന്ത് വേണം ചെയ്യാം. ഇവരൊന്ന് നേരെ ആയി കിട്ടിയാൽ മതി. ഡോണ്ട് വറി. ഓടാടാ, നിക്കടവിടെ. ആഭാസ, ഓടാ. ഇവരിൽ ആരുടെ ഭാര്യയുടെ നീ കയറി പിടിച്ചത്? അയ്യോ, നീക്ക് കാരണം മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായാലോടാ. പിടിച്ച് ജാരൻ. യവൻ ജാറിനൊന്നും അല്ല, ആരുടെ ഭാര്യ വിട്ട് പിടിച്ചിട്ടുമില്ല. യവൻ ഞങ്ങളുടെ കുറെ പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. എപ്പ ചോദിച്ചാലും ഇല്ലെന്ന് പറയും. ഇപ്പൊ അവൻ ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട്. ആ കാശും കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാ. സത്യമാണോ ഈ പറയുന്നത്? അതെ. എത്ര രൂപയ്ക്ക്? ടിക്കറ്റ് പോക്കറ്റിലുണ്ട്, നമ്പർ പത്രത്തിലുണ്ട്, ഞങ്ങൾ കണ്ടതാ. ടിക്കറ്റ് എടുക്കണോ? ഇത് പഴയതൊന്നും അല്ലല്ലോ. അല്ലാന്ന്, പത്രത്തിൽ നമ്പറുണ്ട്. ആ ടിക്കറ്റ് ഇങ്ങിതാ. ഇപ്പൊ തന്നെ ലോട്ടറി ഓഫീസ് കൊടുത്ത് കാശ് വാങ്ങി ഞങ്ങളുടെയൊക്കെ കാശ് എടുത്തതിന് ശേഷം ബാക്കി അവന് കൊടുത്താൽ മതി. പക്ഷേ ജപ്പാനിൽ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ, ഈ ജാതി തരികടന്ന് അവിടെ നടക്കൂല. കടം മേടിച്ച് അവിടെ തിരികെ കൊടുക്കുക വേണ്ട. ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ തന്റെ തന്തയെ താൻ വിളിക്കുന്നത്? മര്യാദക്ക് കാശ് കൊടുക്കുന്നോ അതോ? എന്റെ പൊന്നുണ്ണിച്ചാ, ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട, പറഞ്ഞോക്കെ മതി. നിങ്ങൾക്ക് എത്ര രൂപ തരണ്ട്? എനിക്ക് 17,000. എനിക്ക് 14,000. എനിക്ക് 25,000. ബാക്കിയുള്ളവർക്കെല്ലാം ചേർത്ത് 50,000. ഈ ടിക്കറ്റ് ഞാൻ ക്യാഷ് ചെയ്യും. അയ്യോ അച്ഛാ, അതൊട്ടും ശരിയാവില്ല. അതെ ശരിയാവും. നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ എല്ലാവരും മറ്റന്നാ രാവിലെ എന്റെ വീട്ടിൽ വരിക. കാശ് ഞാൻ തരും. അയ്യോ, ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ടേ? ഉണ്ണുണ്ണിച്ചായം പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതം. ഓക്കെ, എല്ലാരും പൊയ്ക്കോളൂ. വാ പോ. ഞാനില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാരും കൂടി നിന്റെ ജപ്പാനെ ഇടിച്ച് ഹിറോഷിമ ആക്കിയാനെ. അതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷിച്ചേനെ. കിട്ടുന്നേ പാതി ഞാൻ എടുക്കും. ബാക്കി കടം വീട്ടിട്ട് വല്ല ഉണ്ടെങ്കിൽ എനിക്ക് തരും. എന്തായാലും ഇത്രയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ഇനി ഉണ്ണുണ്ണിച്ചാന്റെ ഇഷ്ടം. ഓക്കെ, എത്ര രൂപയാണോ ഫസ്റ്റ് പ്രൈസ്? ഫസ്റ്റ് പ്രൈസ് 50 ലക്ഷം. കിട്ടിയത് 10 രൂപയാ. ഏറ്റവും അടിയിലുണ്ട് ഒറ്റയക്കം. നോക്ക്,
ഭാരതം, ഭാരതമല്ല ഭാരതം, ബിരിയാണിയുടെ ഭാ അനുസേ പായുടെ അടിയിൽ നാ കിടന്നാൽ എന്തു പറയും? ഓടാ പറയും സർ. ഓടാൻ പറയും? ആരോട്? നായോട്. ഇല്ലെങ്കിൽ നാ മൂത്രമൊഴിച്ച് പാ വൃത്തിയിടാക്കില്ലേ സർ? ഇവിടെ വേണം, ഇവിടെ വേണം. അധിക പ്രസംഗം തോന്നിയാസം പറയുന്നു. കൈ നോട്ടു. തോന്നിവാസം കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇത് തുടക്കമാണ്. മാഷെ എത്ര വേണേലും അടിച്ചോ മാഷെ, ഇന്ന് ഒരു ദിവസമല്ലേ ഉള്ളൂ. അതെന്തായാലും നാളെ ഞാൻ ചത്തു പോകും. നീ എന്താണ് ചക്കയെ കരയുന്നത്? സത്യം പറയാ, ഞങ്ങള് പറഞ്ഞു മാഷ് ആരോടും പറയരുത്. പറയണം. മാഷ ക്രിസ്ത്യാനിയാണോ? ആണെങ്കിൽ അതാണ് അറ്റിങ്കു കുരിശുണ്ടാക്കാൻ പറഞ്ഞേ. കുരിശോ? കാര്യം പറയണി. ഇന്ന് രാത്രി മാഷ കൊല്ലും. ഞങ്ങളുടെ വല്യപ്പൻ കരിമ്പൂതം. അതെന്തിന്? നേരത്തെ പറഞ്ഞില്ലേ ഡിസൂസ സാറിന് വിഷം കൊടുത്തു. അത് ഞങ്ങളല്ല, കൊല്ലാൻ വേണ്ടി കരിമ്പൂതം ചെയ്തതാ. അങ്ങേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 4 പേരും രാത്രിയായില്ല ഹാളിൽ കണ്ടില്ലേ? ആ വാളും എടുത്തോണ്ട് വരും. ഒറ്റ വെട്ട. രാവിലെ ഒന്നും ഓർമ്മയില്ല. പിന്നെ ആരും അറിയാതെ കുളിച്ചിടും. രാത്രി ദേഹത്ത് അപ്സരി സായിപ്പ് കേറുന്നതാ. പന്ന കഴിവറിന്റെ മക്കളെ, നിങ്ങളൊക്കെ പൂച്ച വേലയുണ്ടല്ലോ, അത് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. മാഷ് സൂക്ഷിച്ചാൽ മാഷിന് കൊള്ളാം. ഞാൻ സൂക്ഷിച്ചോളൂ കേട്ടോ. പറ പായുടെ അടിയിൽ നാ കിടന്നാൽ എന്താ ഉച്ചരിക്ക? പായുടെ മുകളിലല്ലേ സാർ നാ കിടക്ക? പിള്ളേര് വന്നേ നേരാണല്ലോ. കാലമാണ് വാളും കൊണ്ടാണല്ലോ വരുന്നത്. ഞാൻ തുറക്കൂല, തുറക്കൂലടാ പട്ടി. അച്ഛനൊരു സായിപ്പുണ്ടോന്നും അയാളുടെ വാളിന് പിടി മാത്രമല്ല മൂർച്ച ഉണ്ടോന്ന് നേരിട്ട് കണ്ടോടോ. ചുമ്മാതല്ലടാ നിന്നെ കരിമ്പൂതെന്ന് വിളിക്കുന്നത്. എന്റെ അമ്മേ, ഇത് സായിപ്പ് എന്റെ ബാധ കയറിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പറയില്ല. ഐ നോ ഓപ്പൺ ഷുവർ. തുറക്കൂലടാ. തന്നെ ഈ വാളിന്റെ വില ഞാൻ മനസ്സിലാക്കി തരാം. എനിക്കെല്ലാം മനസ്സിലായടാ ബ്ലഡി പട്ടി. എന്നെ കൊല്ലാൻ കിട്ടൂലടാ. ഇല്ല സായിപ്പ്, കൊലപാതകി. എടാ നിൽക്കൂലടാ. അയ്യോ, എന്നെ കൊല്ലാൻ കിട്ടൂലടാ പട്ടി പാപ്പി. എന്നെ കൊല്ല പട്ടി പോടാ. ഞാൻ എലിമൂത്രം തരുന്നില്ലടാ, സൂക്ഷിച്ചോ. അമ്പളാ ഇവൾ ഇതുവരെ വന്നില്ലേ? സമയം ഇത്രയായല്ലോ. ഓഫീസിൽ ചോദിച്ചപ്പോ അവള് നേരത്തെ വീട്ടിലേക്ക് പോയി എന്നാണല്ലോ പറഞ്ഞത്. ഇവളിത് എവിടെ പോയി? സത്ത് പാട്ടി. ചുവന്ന സോക്സ്. ഇത്രയും മതി, ഞാൻ പിടിച്ചോളാം.
ലീവ് ഇറ്റ് സോണി. ഗുഡ്, വെൽ ഡൺ മൈ ബോയ്. ഞാൻ എന്തെടുത്തെറിഞ്ഞാലും നീ അതെടുത്ത് എന്റെ കൊണ്ട് തരണം. ഓക്കേ? പട്ടിയും കളിപ്പിച്ചോണ്ട് നിൽക്കുന്നേ ഉള്ളോ? ഓഫീസില്ലേ? നായ്ക്കളെന്നൊക്കെ പറഞ്ഞ നന്ദിയുള്ള ജാതിയാ, വഞ്ചിക്കയില്ല. ഇന്നലെ നീ എന്താ ലേറ്റ് ആയത്? ഓഫീസിൽ ഒരല്പം വർക്ക് കൂടുതലുണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നപ്പം നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ ഫീൽഡിൽ പോയിരുന്നു, വർക്കേഴ്സിന് കൂലി കൊടുക്കാൻ. നീ എന്നിട്ട് ഇവിടെ വന്നിട്ടാണോ പോയത്? ഇതെന്താ പോലീസ് സ്റ്റേഷനോ? വന്നോ പോയോന്നൊക്കെ ചോദിക്കാൻ? എനിക്ക് നേരായി, ഞാൻ പോണു. പോലീസ് സ്റ്റേഷനും കോടതിയും കൊണ്ടൊന്നും ഇത് അവസാനിക്കില്ല. അവനെ ഞാൻ പിടിക്കും. ഉണ്ണുണ്ണിയുടെ തനിനിറം നീ എപ്പോഴേ അറിയൂ. നിങ്ങളെ പറ്റിക്കാണോ? 2 ദിവസം കാശ് തരാമെന്ന് പറഞ്ഞിട്ട് മഷിയിട്ട് നോക്കിട്ട് തന്നെ കാണുന്നില്ലല്ലോ. ഇപ്പൊ ഞങ്ങളുടെ കാശ് കിട്ടണം. എന്റെ ദൈവം, ഇതൊരു പുലിവാലായല്ലോ. ഞാൻ സത്യം പറയാം, വെറും 10 രൂപയാണ് ലോട്ടറി അടിച്ചത്. സംശയം ഉണ്ട് അവരോട് ചോദിക്കാം. ആഹാ, ഞങ്ങൾ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു 1 ലക്ഷം രൂപ അടിച്ചതെന്ന്. അയ്യോ മഹാഭാവി, അവൻ അങ്ങനെ പറഞ്ഞോ? അവന്റെ കയ്യിൽ നിന്ന് താൻ ടിക്കറ്റ് വാങ്ങിക്കുന്നത് ഞങ്ങൾ കണ്ടതാ. മര്യാദയ്ക്ക് കാശ് തന്നില്ലെങ്കിൽ പിടിച്ച വരക്കേസിന് പോലീസ് കംപ്ലൈന്റ് ചെയ്യും, കോടതി സാക്ഷിയും പറയും. അതൊന്നും വേണ്ട, കാശ് ഞാൻ തരാം. പക്ഷേ ഞാൻ ഇപ്പൊ ഇത്തിരി ടൈറ്റാ. അടുത്ത വ്യാഴാഴ്ച വന്നാ എല്ലാവരുടെ കാശ് ഞാൻ തരാം. ഇത് അവസാനത്തെ അവധിയാ. ഞാൻ തരാം. കാപ്പി കുടിക്കുന്നു? കാപ്പി വേണ്ട, കാശ് മതി. ശരി, കാശ് തരാം. എന്താടോ പുറത്തിരിക്കാവെന്ന് പറഞ്ഞത്? ഇത്തിരി നല്ല വായു ശ്വസിക്കാമല്ലോ. ആ മോളെ, മോളോട് നിന്ന് ഒരു കാര്യം പറയാനുണ്ട്. അവിടെ മുറിയുടെ ജനലും വാതിലൊക്കെ മുറുക്കി അടച്ചേക്കണം. ആ കൊച്ചിന്റെ കീറ്റിൽ പുറത്ത് വെക്കരുത്. പിന്നെ അവളിങ്ങോട്ട് വരാതെ നോക്കണം. അഥവാ ആരെങ്കിലും വിളിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞേര്. ചില ആവശ്യമില്ലാത്ത ഫോൺ കോൾ വരും. ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ. ആ, ഇതാ അച്ഛൻ വന്നല്ലോ. ഇനിയെങ്കിലും ഇറങ്ങച്ചോ. ചോപ്പല്ല. എന്താണോ ഇത്? ചാകണോ അച്ചോ? ചാകണോ? ആർക്ക്? അല്ല, ഷൂസിന്റെ അടി ചാണകം വെച്ചോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടോ പൊക്കാൻ? ഇനി പറഞ്ഞിട്ട് പോകാം അച്ചോ. സോറി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ണുണ്ണി എത്തിയപ്പോ താമസിച്ചു. എന്റെ കുഴപ്പമല്ല സാർ, ഞാൻ 8 മണിക്ക് നിർത്തണോ? പെട്ടിയായിട്ട്. ഉണ്ണുണ്ണിയല്ലവൻ, മണ്ണുണ്ണിയാ. തലക്കകത്ത് മുഴുവൻ മണ്ണ. ഇവന്റെ ഭാര്യ ഡേസി മിടിക്കുക. ഇത് കഴുത. തനിക്ക് ഇവനെ തന്നിട്ട് അവളെ ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, എനിക്ക് അവള് തന്നെ മതി. മിടിമിടിക്കുക. ഇനി യവന്മാരെങ്ങാനും ആണോ ചുവന്ന സോക്സ് ഇട്ട് എന്റെ വീട്ടിൽ കയറി? അപ്പൊ മനസ്സമ്മതം അടുത്ത ഞായറാഴ്ച. ബോബിയോട് കൂടെ പറഞ്ഞേക്കാം. ബോബി, അവന് ബോബി. വെറുതെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളങ്ങ് തീരുമാനിച്ചാ മതി. ചായ. സോറി. പണ്ടത്തെ പോലൊന്നും അല്ലടോ. വിവാഹം സ്വർഗത്തിലൊന്നുമല്ല, ഭൂമിയിൽ തന്നെ ഇഷ്ടപ്പെട്ടവര് പരസ്പരം തീരുമാനിച്ചങ്ങ് നടത്തുക. ചാക്കോച്ചൻ പറഞ്ഞതാ ശരി. ഇഷ്ടമില്ലാത്തവരെ പരസ്പരം കൂട്ടിയിണക്കുന്നത് ശരിയല്ല. അവസാനം വെറുതെ ദുഃഖിക്കേണ്ടി വരും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താടോ കാലെ പിടിക്കുന്നത്? അല്ല, കരണ്ടി കിട്ടി. മണ്ണുണ്ണി എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ, മനസ്സമ്മതം ഞായറാഴ്ച ഞങ്ങളങ്ങ് നിശ്ചയിക്കാം. അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ല, സമ്മതം ഇല്ലെങ്കിൽ പള്ളി വരെ പോകണ്ടല്ലോ. ആ ചെലവ് ലാഭിക്കാലോ എന്നാ ചാക്കോച്ചന്. ഒന്നും പറയാൻ പറ്റാത്ത കാലമാ. വിവാഹം കഴിയുമ്പോഴാ ചിലരൊക്കെ അറിയുന്നു ചെറുക്കിന് വേറെ ഭാര്യയും പിള്ളേരും ഉണ്ട്. ബോബി കേട്ടിട്ടില്ലേ? എനിക്ക് 2 കേസ് അറിയാം. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? അതാ ചെയ്യണ്ട. കർത്താവ് ക്ഷമിക്കില്ല അവരോടൊന്നും. വല്ലവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്നതിനോട് കർത്താവ് ക്ഷമിക്കോ അച്ചോ? ഒരിക്കലുമില്ല. എനിക്കതറിഞ്ഞാ മതി. ഞാനെന്നാ പോട്ടെ. ഓഫീസിലേക്കല്ലേ? ശരി, പോയിക്കോ. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ലടാ തെണ്ടി. നീ ഊരി തോന്ന് കാണട്ടാ. ഇങ്ങനെ ടെസ്റ്റ് നടത്തി അറിയാല്ലേ? ഏയ്, ഒരാൾക്കും അറിയില്ല. ഡെയ്സിക്ക് മാത്രമേ അറിയൂ. അവൾ എന്റെ അടുത്തുണ്ട്. ഇല്ലില്ല, അവൾ ആരോടും പറയില്ല. നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചില്ല. ശരി, ഞാൻ വെക്കട്ടെ. ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണോ? എത്ര? 110. എന്ത് പറഞ്ഞു? ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഹോസ്പിറ്റലിൽ വെച്ചാൽ എല്ലാരും അറിയും. ഒരു നേഴ്സിനെയും കൂട്ടി വീട്ടിലേക്ക് പോകാം. ഗർഭമായതും പോരെ,
അതാരും അറിയാതെ കലക്കാനുള്ള പരിപാടിയാണ്. കർത്താവേ, ഞാൻ എന്തെങ്കിലും കടുക്ക ചെയ്യും. ഈ ടെസ്റ്റിലൊന്നും എനിക്ക് വിശ്വാസമില്ല. നിന്നെ വിശ്വസിപ്പിക്കാനൊന്നുമല്ല, ഇതിന്റെ റിസൾട്ട് വന്നിട്ട് നിന്നെ ഇവിടുന്ന് ചവിട്ടി ഇറക്കിയിട്ട് വേണം എനിക്ക് വേറൊരു പെണ്ണെ കെട്ടി നിന്റെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞ് നടക്കാൻ. കെട്ടി നോക്ക്, പള്ളി വന്ന് ഞാൻ ബഹളം. എനിക്കറിയാം. അപ്പൊ ഞാൻ ഈ തെളിവ് അവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കും. നിന്റെ ലവ് ലെറ്ററിനെക്കാളും വില അതിനുണ്ട്. അതിനടുത്ത് മിണ്ടായിരിക്കാൻ പറ. എപ്പോ നോക്കിയാലും കഴിഞ്ഞോളൂ. വെറുതെ എവിടെ കിടന്ന് വഴക്കടിക്കണ്ട. താനിവിടെ പോകും. റിച്ചാർഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ദാനിയൽ തന്നെ ഏൽപ്പിക്കണം. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചുകൊണ്ട് വേണം വരാൻ. അത് പിന്നെ പ്രത്യേകം പറയണോ? പട്ടണി പൊട്ടയില്ലാന്നല്ലേ ചൊല്ലേ. പട്ടറൊക്കെ ശരിയാ, പക്ഷെ പട്ടി എന്തൊക്കെ പോയാലാകരുത്. എന്താ റിസൾട്ട് കിട്ടിയോ? കിട്ടി. ഇതെന്താണോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ABCD അക്ഷരമാല പോലുണ്ട്. ഒക്കെ ഞാൻ ഡോക്ടർ ഡാനിയലിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് സംഗതി ഒരു പ്രശ്നമില്ല, ഒന്നും പേടിക്കാനും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ദൈവം എന്റെ കൂടെ. ആദ്യ ഗ്രൂപ്പ് നോക്കാം. തന്ത എയും തള്ള ഓയും ആണെങ്കിൽ കുഞ്ഞ് എയോ ഓയോ ആയി. പക്ഷെ കുഞ്ഞ് എയും അല്ല ഓയും അല്ല. ഒന്നും പേടിക്കാൻ മാറി കേക്ക്. എന്നിട്ട് പിന്നെ നെഗറ്റീവും പോസിറ്റീവും നോക്കി. അതായത് തന്ത നെഗറ്റീവും തള്ള നെഗറ്റീവും ആണെങ്കിൽ കുഞ്ഞിന് നെഗറ്റീവ് ആയിരിക്കണം. പക്ഷെ നമ്മുടെ കുഞ്ഞ് നെഗറ്റീവ് അല്ല. അപ്പൊ പിന്നെ ആ കാര്യത്തിൽ ഒട്ടും പേടിക്കും. ഇപ്പോഴെങ്കിലും ഡാഡിക്ക് എന്നെ വിശ്വാസമല്ലോ. താൻ വെറുതെ കിടന്ന് ഇത് പോകാതെ ഡോക്ടർ എന്ത് പറഞ്ഞു പറയണോ? ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ലാന്ന്. തള്ള A പോസിറ്റീവും തന്ത B പോസിറ്റീവ് ആണെങ്കിൽ കുഞ്ഞ് AB പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ അത് അങ്ങനെയാണോ എന്ന് പരിശോധിച്ചപ്പോ അങ്ങനെയാണ്. വ്യക്തമായിട്ട് പറയണോ? വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കുഞ്ഞിന്റെ തന്ത ഈ നിൽക്കുന്ന പാർട്ടി തന്നെ. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇയാളെ പറഞ്ഞു വിട്ടപ്പോഴാണ് ഞാൻ എന്ന് പറഞ്ഞു വരുന്നത്. കുഞ്ഞിന്റേതായത് എന്റെ കുറ്റം കൊണ്ടൊന്നുമല്ല. പേടിക്കാവുന്നില്ല. പല്ല് കാണിയോ? ഞാൻ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് ഡോക്ടറോട് എടുത്തെടുത്ത് ചോദിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഇവിടെ വന്ന് പറഞ്ഞത്. വ്യക്തമായിട്ട് തന്നെ ചോദിച്ചു. അതല്ല ആ കടലാസ് അപ്പൂപ്പിന്റെ പേരുണ്ട്, അച്ഛന്റെ പേരുണ്ട്, കൊച്ചിന്റെ പേരുണ്ട്. അതാണോ കടലാസ്? അല്ല, ഇത് റേഷൻ കാർഡിനുള്ള അപേക്ഷയാ. Everybody has pulled me. Please, sorry. What? പള്ളിയിലെത്താൻ സമയമായി. ഞാൻ ഇതിനകത്ത് തന്നെ മാറിക്കൊള്ളാം. ഡേസി കണ്ണടച്ചോ. എസ്റ്റേറ്റ് കാണിക്കാനുള്ളത് ടാറ്റ എസ്റ്റേറ്റ് കാണിക്കുന്നു. നാണം കിട്ടും. മനസമ്മതത്തിന്റെ അന്ന് പോലും അവൾ വെറുതെ വിടൂല. ഇന്ന് ഞാൻ കയ്യോടെ പിടിക്കും. ഭാര്യ പിടിക്കാൻ എല്ലാരും കേട്ടോളൂ. ഇവിടെ നടന്ന കള്ളനാടകത്തിന്റെ അവസാന രംഗത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നു. ചാക്കോസിനെ വിളിക്കണോ? വിളി. പള്ളിയിൽ നിന്ന് പള്ളിക്കാരെ, അച്ഛനെ, നാട്ടുകാരെ വിളിക്കണോ? വിളി. എല്ലാരെയും വിളി. പൂച്ചു പുറത്തിയാടാൻ പോകുന്നു. ബോബി കള്ളനും ചതിയനും അല്ല എന്നുള്ള സത്യം നിങ്ങൾ എല്ലാവരും അറിയാൻ പോകുന്നു. പ്രസംഗം വേണ്ട, കാര്യം പറ. Hear it from the horse's mouth. അവൾ ഇവിടെ കെട്ടി ചമച്ചൊരുക്കി കൊണ്ടുവന്ന കഥ പുളു, പച്ചപ്പുളു ഇപ്പൊ പൊളിച്ചേരാം. അവളുടെ വായിൽ നിന്ന് തന്നെ കേട്ടോ. എന്നിട്ടിപ്പോ ഇങ്ങനൊരു നാടകം കളിക്കേണ്ട കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും നിനക്കും ഇങ്ങനൊരു കുഞ്ഞില്ലാന്ന് നമുക്ക് രണ്ടുപേർക്കും. ഇവളിവിടെ കൊണ്ടുവന്ന കൊച്ച് എന്റെ കൊച്ചല്ല എന്ന് ഇവളുടെ വാ കൊണ്ട് പറയുന്നത് ഏതാനും നിമിഷങ്ങൾക്കാണ് നിങ്ങൾക്ക് ഇതിന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അത് ആരുടെ കൊച്ചാണെന്ന് ഞാൻ ഇവളെ കൊണ്ട് പറയിക്കാം. വിളി, പോലീസിനെ വിളി. തള്ളയും പിള്ളേ ഒരുമിച്ച് അകത്താക്കണം. അതാ വേണ്ടത്. ശ്രദ്ധിച്ചു കേട്ടോ. കുഞ്ഞിനെ പുറത്താക്കാനും വേണ്ടിയല്ല, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി. ഒരിക്കൽ എന്നോട് നീന കാണിച്ച സ്നേഹത്തിന് ഒരല്പം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ. ഇതെന്റെ കുഞ്ഞാണ്.
ഇതിലുണ്ടായിരുന്നു ഡാഡി സത്യത്തിൽ ഇതിലുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കാണിച്ചു വൃത്തികെട്ട പാട്ട്. Stop it. ഇതിലുണ്ടായിരുന്നു. ഞാൻ കേട്ടില്ല. ഞാൻ ഇപ്പൊ എറിഞ്ഞു പൊട്ടിക്ക് ഞാൻ. കൊച്ചവൻ്റെതാണെന്ന് പറഞ്ഞാൽ മതി. കാശ് കൊടുത്താ അവൻ എന്ത് ചെയ്യും? മണികണ്ഠൻ എന്നാ അവന്റെ പേര്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. അയാളെ എങ്ങനെ കണ്ടുപിടിക്കും? കോടതിയിൽ അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസിയിൽ വിളിച്ചു പറയാം. ഇത് ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. എനിക്കെല്ലാം മനസ്സിലായടാ. എല്ലാം പറഞ്ഞല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. ഈ നാറ്റക്കേസ് എവിടെ ഒളിച്ചു വെച്ചു? പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. അച്ഛൻ ഒരു അബദ്ധം പറ്റിപ്പോയി. പറ്റിപ്പോയത് പോരാഞ്ഞിട്ട് നിങ്ങളിപ്പോ അത് മറ്റൊരുത്തന്റെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ? ഉണ്ണുണ്ണിച്ചാൻ എല്ലാം അറിഞ്ഞുവല്ലേ? എല്ലാം അറിയാം. പക്ഷെ എനിക്ക് എന്റെ തെളിവുകളില്ലായിരുന്നു. ഇന്നിപ്പോ എനിക്കത് കിട്ടി. എ ക്ലിയർ എവിഡൻസ്. ഞാൻ സംശയിച്ചതെല്ലാം ശരിയാണ്. അച്ഛൻ ഇത് പുറത്ത് പറയരുത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് ഓർത്താടാ ഞാനും ഇത്രയും കാലം പറയരുത്. നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് പറ്റിയതെന്താണെന്ന് ഞാൻ പറയാം. ഒരു പെണ്ണിന് ഗർഭം ഉണ്ടാകുന്ന എങ്ങനെയെന്ന് നീ പറയാതെ എനിക്കറിയാം. അച്ഛനോട് പറയണ്ടെന്ന് ഡാഡി പറഞ്ഞു. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞോണ്ടാണ് അതിന്റെ കിടപ്പുവശം മനസ്സിലാകാഞ്ഞിട്ടാണ്. കാര്യം എങ്ങനെ മലന്ന് കിടന്നാലും തിരിഞ്ഞു കിടന്നാലും ഇപ്പൊ കൊച്ചൊന്നായില്ലേ? എടാ, ഗർഭം ഉണ്ടാക്കിയാ പോരാ, അത് ഏറ്റെടുക്കാനുള്ള ചങ്കുറ്റം കൂടെ വേണം. അല്ലാതെ വല്ലവന്റെ തലേ കെട്ടി. എനിക്ക് ധൈര്യമില്ല. അച്ഛൻ എത്ര ദണ്ഡമാണെങ്കിൽ അച്ഛനെ ഏറ്റെടുത്തോ. എനിക്ക് അങ്ങനെ രക്ഷപ്പെട്ടാൽ മതി. എനിക്ക് കൊച്ചുങ്ങളെ ഉണ്ടാവില്ലെന്ന് എല്ലാ ലേഡീസിനും അറിയാം. നാളെ ഇവളും ഞാനും കൂടി ഒരു കൊച്ചിനെ എടുത്ത് റോഡിൽ നടന്നാൽ ഇവിടെ ഒക്കത്തിരിക്കുന്ന കൊച്ചിന്റെ തന്ത ഞാനല്ലാതെ നാട്ടുകാർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ ആളെ കണ്ടുപിടിച്ചത്. എനിക്ക് രക്ഷപ്പെട്ടെ. വേണ്ട, നീ മാത്രം അങ്ങനെ രക്ഷപ്പെടണം. നീ രക്ഷപ്പെട്ട നീ പഴിപ്പിച്ച പെണ്ണു വഴിയാതനോ. ഇറ്റ് ഈസ് ചീറ്റിംഗ് ആൻഡ് ക്ലീൻ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഞാനിത് എന്തോന്ന് പറയണേ? ഞാനിത് പുറത്ത് പറയും. പുതുശ്ശേരിക്കാരനെ തെണ്ടിത്തരം എല്ലാവരും അറിയട്ടെ. ഞാൻ പറയും. നാട് നിങ്ങളെ പറയും. താൻ പറയോ? പറയും. എങ്കിൽ ഞാൻ തന്നെ കൊല്ലും. ഇത് പുറത്തറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തന്നെയും കൊല്ലും, ഞാനും ചാവും. കർത്താവാണ് സത്യം. ഇല്ലടാ, നീ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കൊല്ലും. ഞാനൊരു അല്പം മനസമാധാനത്തിനാണ് ഇവിടെ വരുന്നത്. ഉണ്ണിച്ചാന് പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിത്താ. ലോകത്തൊരു ഭർത്താവിനോടും ഭാര്യാകാമങ്ങൾ ഊരിത്തരണമെന്ന് പറഞ്ഞിട്ടില്ല. നിന്നെ ഞാൻ ഈ ഭൂമിയിലെ ഊരും. എന്താ ആലോചിക്കുന്നത്? സത്യം ഞാൻ പറയാം. എനിക്കെല്ലാം അറിയാം. ഇവിടെ വെച്ച് ഒന്നും പറയണ്ട. വല്ലവരും കേട്ടാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അത് ശരിയാ. അന്ന് ഞാൻ വളരെ ക്രൂരമായി നിന്നോട് പെരുമാറി. എന്നോട് ക്ഷമിക്കാം. അതൊന്നും സാരമില്ല. ഭാര്യാകാമകനോട് ക്ഷമ ചോദിക്കുന്ന ലോകത്ത് ആദ്യത്തെ ഭർത്താവാനാണ് പുല്ലേ ഞാൻ. ക്ഷമിച്ചു എന്ന് പറഞ്ഞാ പോരാ, എന്നോടൊപ്പം ഒരു ഡ്രിങ്ക് കഴിക്കണം. കളി കഴിയട്ടെ. ശരി. ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. എന്തോന്ന്? ഒരു ചിയേഴ്സ് പറഞ്ഞാലേ നമ്മൾ തമ്മിലുള്ള പിണക്കം തീരുന്ന എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ I'll come soon. ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ. വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം. ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. ബോബി, ഈ ബില്ലൊന്നും ഒപ്പിടണം. Oh, I'm sorry, I forgot. Okay. Wait a minute. Okay, keep it. Thank you. Well, discipline, okay. Cheers. Cheers. ചോദിച്ചറിയാം. ആള് വന്നിട്ടുണ്ടോ? എവിടെയാണ് സമ്മതിക്കൂലേ അവനൊക്കെ?
എവിടെ ശവം? ഞാനിപ്പോ ശവമാകും. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോ. എന്റെ കർത്താവേ, വണ്ടി സ്റ്റാർട്ട് ചെയ്യ്. വേഗം. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. ഹായ് ഹലോ ഹലോ ഹലോ. നേരത്തെ പരിചയമുണ്ടോ? പിന്നെ മനസ്സമ്മതത്തിൽ എന്നെ പരിചയപ്പെട്ടില്ലേ? നമുക്ക് സൗകര്യമായിട്ട് കൂടാം. ഇനി എന്റെ ഹസ്ബൻഡിനെ കണ്ടില്ലെന്ന് പരാതി വേണ്ട. എന്റെ വിവാഹത്തിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ഷണിച്ചിരിക്കുന്നു കേട്ടോ. അല്ല ഉണ്ണുണ്ണിച്ചായനോ? അന്ന് ക്ലബിൽ നിന്ന് കണ്ടാ പിന്നെ കണ്ടില്ലല്ലോ. എനിക്കൊരു ലയേഴ്സ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആശുപത്രിയിലാണെന്നും വയറ് കഴിയുന്നൊക്കെ പറഞ്ഞു കേട്ടു. ഓ, അതെന്റെ ഒരു ഹോബിയാണ്. കൂടെ കൂടെ വയറ് കഴിയുന്നു. എന്ത് കഴിയൂടെ? അതെന്തിന്? പുറം മാത്രം നന്നായിരുന്നാ പോരാ, അകം കൂടെ നന്നായിരിക്കണം. നീ ഇയാളെ നീനൊരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞല്ലേ പരിചയപ്പെടുത്തിയത്? അതെ. ഇയാളിപ്പോ വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു പറയുന്നല്ലോ. എനിക്കും അതാ മനസ്സിലാവാത്ത. നിങ്ങളല്ല ഭർത്താവിന്റെ അടുത്തുനിന്ന് ഭാര്യ കാമുകനെ വിളിച്ചു മാറ്റി പരസ്യമാക്കി സ്വന്തം ഈ ലോകത്തിന് ആദ്യമായിട്ടാണ്. ഇന്ന് ഞാനതിന്റെ അവസാനം. ഹലോ, സോറി ഡോക്ടർ. നീന വന്നിട്ടുണ്ട്. നമുക്ക് വേഗം ഇവിടെ എവിടെ? സത്യമാണോ നീ പറയുന്നത്? അതെ, നീന ബോബിയുടെ ഭാര്യയാണ്. ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചറിഞ്ഞു. ദൈവാധീനം കൊണ്ട് ബ്രെയിന് തകരാറൊന്നുമില്ല. പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ? കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. താടിയെല്ലിന് അടിയേറ്റതുകൊണ്ട് സംസാരിക്കാനാവില്ല. ഒരാഴ്ചത്തേക്ക് അനങ്ങാനും പാടില്ല. തലയിലെ മുറി ഉണങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ പോ. ഡോക്ടർ, അടിച്ചവന്റെ എന്തെങ്കിലും വിവരം കിട്ടിയോ? അയാൾക്കൊന്നും ഓർമ്മയില്ല. അല്ല, ഒരു ചെറിയ ചായയെങ്കിലും എങ്ങനെ ഇരിക്കുമെന്നൊരു. ആദ്യത്തെ അടിക്ക് തന്നെ ബോധം പോയി. എങ്ങനെ കാണാനാ? പണം കടം വാങ്ങി ആരോ ആണെന്നാ പോലീസ് റിപ്പോർട്ട്. ഓ, രക്ഷപ്പെട്ടു. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. വിവാഹം ഏതായാലും നിശ്ചയിച്ച നാളിൽ തന്നെ നടക്കട്ടെ, അല്ലേ ചാക്കോച്ച? ചാക്കോച്ച സമ്മതിച്ചു. ഇനി നമുക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല, നടത്തുക തന്നെ. എടാ, നിനക്ക് ഒരു വ്യത്യാസം ഇല്ലല്ലോടാ. നീ പഴയ മഴുവൻ മണികണ്ഠൻ തന്നെ. മഴുവനും മണ്ടനൊക്കെ ആണെങ്കിലും ഒരു ആവശ്യം വന്നപ്പോ ഈ മണികണ്ഠൻ ഉണ്ടായുള്ളൂ. ഇവനാണ് എന്റെ ഭാര്യയുടെ ഗർഭമായിട്ടെടുക്കാൻ വന്നിരിക്കുന്ന തെണ്ട്. എല്ലാറ്റിനെയും ഞാനിന്ന് ഒരുമിച്ച് കൊല്ലും. സോണി, ഗെറ്റ് റെഡി. വാടി സർ. ഇന്ന് മൂന്നിന്റെയും കട്ട പോകാം. അണ്ണനോ? ആരാ, എവിടെന്നാ, എന്ത് വേണം, എന്താ കാര്യം? ലാസർ പാലയെന്ന് ഒരു കാപ്പ് കുടിക്കണം. എന്റെ ഭാര്യ ഒന്ന് കാണണം. അണ്ണ അവളെ ഒന്ന് വിളിക്കാമോ? ഒന്ന് വിളിയണ്ണ. ഇയാളുടെ ഭാര്യ ഇവിടെ എന്ത് പണി ചെയ്യണ്? ഇവിടെ അവള് ഭാര്യയുടെ പണി തന്നെ ചെയ്യുന്നത്. പോക്കൃത്തരം പറയുന്നോടാ. കാണിക്കല്ലേ, വല്ലവന്റെ ഭാര്യ ഒളിച്ചു താമസിപ്പിക്കുന്നാണോ പോക്കൃത്തരം?
ഇവിടത്തെ കൊച്ചുമലയുടെ ഭാര്യയും കൊച്ചുമായിട്ട് താമസിക്കുന്നത് എന്റെ ഭാര്യയും കൊച്ചുവാ. ഗോപി കുഞ്ഞേ, മാത്തു സാറേ, ജയമോളെ ഓടി വരണേ. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. തനി അതെന്റെ അച്ഛന്റെ കുഴപ്പ. താൻ വലിയ ക്രോസ് സാരം നടത്തണ്ട. മര്യാദക്ക് എന്റെ ഭാര്യ കൊച്ചിനും വിളി. താൻ ആരോടാണോ? ഉടക്കാൻ നിൽക്കണ്ട. ഡാഡി പറഞ്ഞ ശരിയാ. കണ്ടാലറിയാൻ ചെറ്റയാണെന്ന്. ഇവന്മാരായിട്ടൊക്കെ സംസാരിക്കുന്ന നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല. നിന്നെ വിളിക്കാം. ജയ, അവളെ വിളിച്ചേ. അവള് വരട്ടെ, അവള് വരട്ടെ. ഇറങ്ങി വാടി, ഇറങ്ങി വരാൻ. എടി ദ്രോഹി, വഞ്ചകി, ചതിച്ചി, എവിടെയാണ് എന്റെ കൊച്ച്? എവിടെയാണ്? നിങ്ങൾ ആരാ? ഞാൻ ആരാണോ അറിയില്ലല്ലേടി. സൂക്ഷിച്ചു നോക്ക്. കോട്ടയം സെന്റ് മേരീസ് പള്ളിയിൽ 1990 ജനുവരി 9 മാതാവിനെ സാക്ഷി നിർത്തി നിന്നെ താലി കെട്ടിയ കോർപ്പറേഷൻ ക്ലർക്ക് ലാസറിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? നിന്റെ ചാന്തിനും പൊട്ടിനും ക്യൂടെക്സിനും പോലും എന്റെ ശമ്പളം തികയില്ലെന്ന് പറഞ്ഞ് നീ വിട്ടുവിട്ടിറങ്ങിയപ്പോൾ പണത്തിനേക്കാൾ വലിയ വില സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്റെ വീട്ടിൽ തിരിച്ചു വരാൻ നാളെ പ്രതീക്ഷിച്ച് ആ പൂമുഖപ്പടിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. നാട് മുഴുവൻ എന്നെ എന്റെ കുഞ്ഞിനെ തേടി, സോറി, നിന്നെയും നിന്റെ കുഞ്ഞിനെയും തേടി ഇവിടെ കാണാൻ വന്നപ്പോ ഇത്ര ക്രൂരമായി നിങ്ങൾ ആരാണെന്ന് എന്റെ മുഖത്ത് നോക്കി നീ ചോദിക്കുന്നത് ഒരിക്കലും ചെവുക്കുറ്റി നോക്കി ഒരു ഒറ്റ എന്റെ നീനെ ശിക്ഷിക്കാൻ രക്ഷിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്. എവിടെ നമ്മുടെ കുഞ്ഞ്? ഒന്ന് കാണാനാണ് ഞാൻ ഓടി വന്നത്. പ്ലീസ് പ്ലീസ്. എനിക്ക് ഇയാളെ അറിയാം. കോളേജിൽ വെച്ച് അന്ന് ഇയാളുടെ പേര് മണികണ്ഠൻ എന്നായിരുന്നു അല്ലേ? അതെ. അതിനുശേഷം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ജാതി മറി ലാസറായത്. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? അയ്യോ, എല്ലാം കള്ളമാ. എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവേ ഇല്ല. ഇത്ര നീതിയാവരുത് നീ. നിങ്ങൾ കല്യാണം കഴിച്ചതിന് തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മതി മതി, മാരേജ് സർട്ടിഫിക്കറ്റ് മതി. അതിൽ കൂടുതൽ തെളിവ് നമുക്ക് വേണ്ടല്ലോ. ഇതങ്ങനെ ഒരാളെ മനസമാധാനത്തോടെ കൊല്ലാനും സമ്മതിക്കില്ല. ഇതെന്തോടോ ഇത്? ഞാൻ അടുക്കളയിലെ ഷെൽഫിലാ വെച്ചിരുന്നത്. അങ്ങനെ പറ്റിയതാവും. ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്. സീൽ കട്ടിയിട്ടില്ല, നോക്കിയാൽ മതി. നോക്കിയാൽ മനസ്സിലാവും. അയ്യപ്പസ്വാമിയാണ് കർത്താവാണ് സത്യം. അയ്യപ്പസ്വാമി ജാതി മാറി വെച്ച് നമുക്ക് പഴയ ദൈവങ്ങളെ മറക്കാൻ പറ്റുമോ? ശരി ശരി ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു. പക്ഷെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒരു പണക്കാരന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ നീ ഇവിടെ വിട്ടിറങ്ങിയത്. നീ സുഖമായി ജീവിച്ചോളൂ. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം ചേര, അല്ല സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. നിന്റെ ചോര എ പോസിറ്റീവ് ആണോ? ഇമോഷണലായി സംസാരിക്കുന്നതിനിടയിൽ തമാശ പറയരുത്. അടുക്കളക്കാരി നോക്കിയാൽ മതി. കുടുംബാര്യത്തിന് നടവണ്ട. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? പേരിലെന്തിരിക്കുന്നു? ബന്ധത്തിലാണല്ലോ കാര്യം. സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയായിരിക്കുമോ? അതല്ല, പക്ഷെ സാറൊന്ന് ആലോചിക്കണം. സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വന്ന ഒരു തന്തയുടെ മനോവേദന. ലോകത്ത് ഒരു അച്ഛനെ ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത് ഗുരുവായൂർ. കർത്താവേ, അതേത് കർത്താവാണ്? അണ്ണാന്ന് വിളിച്ചോ, ആണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അപ്പം പേര് പറഞ്ഞ കുഞ്ഞിനെ തരും. തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരിലൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വിളിച്ചൂടെ? എന്താ കൊള്ളൂല്ലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ? ഇട്ടുകൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാംബരൻ എന്നായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാ അല്ലേ? മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരപ്പ തനിക്ക് അറിയില്ല. എന്താ പിള്ളേർ ആവശ്യമില്ലാത്ത ഓരോ സാധനം ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ഇവന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ജയ, പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് എസ് ഓടിക്ക് വരാൻ പറ. ഇവനെ ഞാനിന്ന് ശരിയാക്കും. വേണ്ടടി, ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറയണം. കുഞ്ഞിന്റെ പേര് നിനക്കറിയാം? കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ളാൻ നിനക്ക് വിട്ടുതരാം. പറയടാ കുഞ്ഞിന്റെ പേര്. മല മല മല, കുഞ്ഞിന്റെ പേര് മല.
മലയോ പോലീസിനെ വിളി. മലയല്ലടാ, കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന്. കഴുത, മല കഴുത. അത്ര വലിയ വായൊന്നും അടിക്കണ്ട. പറഞ്ഞപ്പോ മുഴുവനും പറയണമായിരുന്നു. എന്ത് പറയണം? ആര് പറയണം? നീ പറയണമായിരുന്നു. കൊച്ചിന്റെ തന്തയായിട്ട് അഭിനയിക്ക് നീയല്ലേ പറഞ്ഞത്. അപ്പൊ കൊച്ചിന്റെ പേരും പറയണമായിരുന്നു. പച്ച കള്ളാടി, ഞാൻ ഇവരെ കണ്ടിട്ട് പോലുമില്ല. ഓ, അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കിയിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എടാ, ഈ പെണ്ണിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ 50,000 തരാൻ നീ ടെലഗ്രാം ചെയ്തിട്ട് ഞാൻ വന്നത്. 5 വർഷം ഞാൻ ടെലഗ്രാം അടിച്ചിട്ട്. 5 വർഷം മുമ്പ് നീ ആർക്കടിച്ച്? നിന്റെ അച്ഛൻ ചെത്തപ്പോ കൺഗ്രാജുലേഷൻ ടെലഗ്രാം അടിച്ചടാ. ടെലഗ്രാം വിളിയിൽ ബ്ലഡി ഫ്രോഡ്. സാർ, എവനാണ് ഫ്രോഡ്? സത്യം ഞാൻ പറയാം. ഞാനും നീനെ ഒരു കാലം പറ്റുന്നത് ഇവർ തമ്മിൽ പ്രേമമായിരുന്നു. ഇവൾ ഗർഭിണിയായപ്പോൾ അത് കലക്കാൻ വേണ്ടി നീ അനുസരിച്ചില്ല. തട്ടിക്കളയുന്നവരെ അവൻ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഏറ്റില്ല. അവൾ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുമെന്ന് പറഞ്ഞു. ഇവൻ അന്ന് മുങ്ങി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കാണുന്നത് എന്താണ് സാറേ? ഈ കുഞ്ഞ് അവന്റെ തന്നെയാണ്. ജയിലിൽ വിളിച്ച് എന്നെ തൂക്കിക്കൊല്ല. ഒരു കാര്യം എടുത്ത് വെക്കാൻ പറഞ്ഞാടി. ഞാൻ ഇവരെ കൊല്ലും. ഇനിയൊരു പെണ്ണിന്റെ ജീവിതം കൂടെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ.